കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഇവിടെ ഒരു ഈവനിങ് ടൈമാണ്. അപ്പോൾ എൻ്റെ കൃഷിയൊക്കെ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. എൻ്റെ കൃഷികളൊക്കെ വിളവെടുക്കാനായി ഇത് എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു സ്ക്വാഷാണ്. ഇങ്ങനത്തെ കുറേ സ്ക്വാഷൊക്കെ ഇവിടെ കാഴ്ച കിടക്കുന്നതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ ഫെബ്രുവരിയിൽ നട്ടുവെച്ചതാണ്. എൻ്റെ ബീൻസേൽ ഞാൻ ഒത്തിരി ബീൻസൊക്കെ പറിച്ച് കറി വെച്ചു. സ്ക്വാഷയിൽ ഒത്തിരി കായ്ച്ചു കിടപ്പുണ്ട്. പിന്നെ എൻ്റെ തക്കാളിയെ കായ്ച്ചു. അതുപോലെ തന്നെ എൻ്റെ മുളക് ചീനിയിൽ ഒത്തിരി കാന്താരി മുളകും വത്തലിമുളകൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ നിങ്ങളെ അതൊക്കെ പരിചയപ്പെടുത്താം. അപ്പോൾ കൃഷി താല്പര്യമില്ലാത്ത ആൾക്കാർ ഒരു ഇൻസ്പിറേഷൻ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളെ കാണിച്ചു തരുന്നത്. നമുക്ക് ഡ്യൂട്ടിയൊക്കെ ഇല്ലാതിരിക്കുമ്പോൾ നമ്മുടെ സ്ട്രെസ് റിലീവറായിട്ട് നമുക്ക് നമ്മുടെ കൃഷിയെ ഉപയോഗിക്കാം. തന്നെയല്ല, ഞാൻ ഓഫൊക്കെ ഉള്ള സമയത്ത് ഇതിനകത്തൊക്കെ സമയം ചെലവഴിക്കുമ്പോൾ നമുക്ക് മനസ്സിന് നല്ലൊരു സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടും. നല്ലൊരു സ്ട്രെസ് ബസ്റ്ററാണ് ഈ കൃഷി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ നട്ടുവെച്ച സാധനത്തിൽ പൂവൊക്കെ കായ്ച്ച് അതിൽ കായൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷമല്ലേ കൂട്ടുകാരെ. ആ ഒരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡോളർ കൊടുത്താലോ അല്ലെങ്കിൽ എന്തെല്ലാം കൊടുത്താലും നമുക്കത് ആ സന്തോഷം കിട്ടത്തില്ല. അപ്പോൾ ഞാൻ എപ്പോഴും ശരിക്കും എൻ്റെ കൃഷി എൻജോയ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഞാൻ ഏറ്റു കഴിഞ്ഞ് എൻ്റെ ദിനചര്യ തുടങ്ങുന്നത് തന്നെ ഓഫുള്ളപ്പോൾ ഞാൻ എൻ്റെ കൃഷിയിൽ കൂടെയൊക്കെ നടന്ന് ഒരു അരമണിക്കൂറോളം ഞാൻ ഈ ഫ്രഷ് എയറൊക്കെ ശ്വസിച്ച് കൃഷികളെല്ലാം കണ്ടിട്ടാണ് ഞാൻ എൻ്റെ ദിനചര്യ തുടങ്ങുന്നത് തന്നെ. എന്നിട്ടാണ് ഞാൻ അടുക്കളയിലേക്ക് വരെ കയറത്തുള്ളൂ. അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൂ. അപ്പോൾ നിങ്ങൾ കൂട്ടുകാരെല്ലാവരും കൃഷി ചെയ്യാത്തവരൊക്കെ എൻ്റെ വീഡിയോ കണ്ടു കഴിയുമ്പം കൃഷിയിലോട്ടൊക്കെ തുടങ്ങണം. നമുക്ക് അത്യാവശ്യത്തിന് വേണ്ട പച്ചക്കറികൾ, നമ്മുടെ ഉപയോഗത്തിനുള്ള ഓർഗാനിക് ആയിട്ടുള്ള പച്ചക്കറികൾ, നമുക്ക് വിഷമില്ലാത്തത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പച്ചക്കറികൾ നമ്മുടെ വീടിൻ്റെ പുറകിൽ തന്നെ നട്ടുവെച്ചാൽ നമുക്ക് കാണാനും നല്ലൊരു റിലീഫുണ്ട്. അതുപോലെ നമുക്ക് കുക്കിങ്ങിന് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എൻ്റെ കൃഷി എന്ന് പറയുന്നത് ഞാനിങ്ങനെ തടി മേടിച്ച് ആണി അടിച്ച് ഇങ്ങനെ തട്ടുണ്ടാക്കിയിട്ട് അതിനകത്ത് മണ്ണിട്ടിട്ടാണ് ഞാൻ ഈ കൃഷിയൊക്കെ തുടങ്ങിയത്. അപ്പോൾ എനിക്ക് ഇവിടെ ഈ ഭാഗത്ത് ഒരു 2 തട്ടും ഈ ലെഫ്റ്റ് സൈഡിൽ ഒരു 3 തട്ട്, ടോട്ടൽ 5 തട്ടാണ് എനിക്കുള്ളത്. ഇതിനകത്ത് എനിക്ക് വേണ്ട പച്ചക്കറികളെല്ലാം ഞാൻ ഇതിനകത്ത് കൃഷി ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ബീൻസാണ്. ഇതിനകത്തുനിന്ന് ഞാൻ ഇന്ന് രാവിലെ കുറേ ബീൻസൊക്കെ പറിച്ച് കറി വെച്ചു. ഇനിയും മൂത്ത് വരുന്നുണ്ട് അടുത്ത ബീൻസുകൾ. ഇതെല്ലാം പൂവിട്ട് കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം. ഇതൊക്കെ ഒരു 2 മാസമായാലും നട്ട് വെച്ചിട്ട് ഇഷ്ടംപോലെ ബീൻസ് ഇതിലുണ്ടാവുന്നുണ്ട്. ഇതേ പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുന്നു. ബീൻസ് നമുക്ക് കറി വെച്ചാൽ നല്ലതാണല്ലേ, ചോറിൻ്റെ കൂടെയൊക്കെ കൂട്ടാനായിട്ട്. പിന്നെ ബീൻസ് കൂടാതെ തന്നെ ഈ തട്ടിനകത്ത് ഞാൻ മത്തൻ നട്ടിട്ടുണ്ട്, കുമ്പളമുണ്ട്, പിന്നെ അകത്ത് കുറച്ച് ചീരയൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് കാണാം, ചീര പച്ചച്ചീരയാണ്. കഴിഞ്ഞ വർഷം ഒരു ചീര ഉണ്ടായിരുന്നു, അതിൻ്റെ അരി വീണ് ഒത്തിരി ചീര കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്കൊക്കെ ചീര പറിച്ചൊക്കെ തോരൻ വെക്കാറുണ്ട്. എനിക്കിഷ്ടമാണ് ഇലക്കറികളൊക്കെ. പിന്നെ ഈ നിൽക്കുന്നതാണ് ഗൈസ് എൻ്റെ ചീനിത്തൈകൾ. ഇതാണ് ഞാൻ ജോസഫ് നഴ്സറിയിൽ നിന്ന് മേടിച്ച് നട്ട മുളക് ചെടിയാണ്. മുളക് കഴിച്ച് വരുന്നുണ്ട്. ഇതൊരു ഉണ്ടമുളകാണ്, നല്ല എരിവുള്ള ടൈപ്പ് മുളകാണ്. ഈ നിൽക്കുന്ന എൻ്റെ കാന്താരി ചീനിയാണ്. ഇത് നോക്ക്, നല്ല വെളുത്ത നല്ല ഉരുണ്ടിരിക്കുന്ന കാന്താരി മുളക് കാണാം. നിറച്ച് ഇതേ കായ്ച്ച് നിൽപ്പുണ്ട്. നമുക്കതുപോലെ ഇത് ചുമന്ന ചീരയാണ്, ചുമന്ന ചീര. പിന്നെ പച്ചച്ചീരയൊക്കെ ഈ സൈഡിൽ കൂടെ നിൽക്കുന്നു. പിന്നെ ഈ നിൽക്കുന്ന ഒരു ചൈനീസ് സ്പിനാഷാണ്. നല്ല കട്ടിയുള്ള ഇലയാണ്. നമുക്ക് സാമ്പാറിനകത്തൊക്കെ ഇടാനും തോരൻ വെക്കാനൊക്കെ നല്ലതാണ്. പിന്നെ ഇങ്ങോട്ടേക്ക് വീണ്ടും ഈ തട്ടിനകത്തും ഞാൻ ബീട്രൂട്ട് ഉണ്ട്, ക്യാരറ്റ് നട്ടിട്ടുണ്ട്. പിന്നെ കുമ്പളം. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം സ്ക്വാഷ് കായ്ച്ച് കിടക്കുന്നത്. ഇത് ഇവിടെ ഒരു സ്ക്വാഷ് കിടക്കുന്നുണ്ട്. പിന്നെ താഴെ ഒരെണ്ണം കിടപ്പുണ്ട്. കുറച്ചും കൂടെ മൂത്തിട്ട് പറിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ടിരിക്കുവാണ്. പിന്നെ ഇത് ഇവിടെയൊക്കെ പലവിധ ഷേപ്പിലും ഒക്കെ ആയിട്ട് ഇത് കായ്ച്ച് കിടക്കുന്നുണ്ട് സ്ക്വാഷൊക്കെ. പിന്നെ ഇവിടെയും ബീൻസ് ഉണ്ട്, എല്ലാം പോത്ത് നിൽക്കുന്ന കാണാം. പിന്നെ നിങ്ങൾക്ക് ഇത് കാണാം, നല്ല പർപ്പിൾ കളറിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലവർ. ഇത് നമ്മുടെ അമരപ്പയറിൻ്റെ തൈയാണ്. ഇത് പയർ കായ്ച്ചിട്ടില്ല. ഈ അമരപ്പയർ തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഈ പർപ്പിൾ കളറും ഉണ്ട്, ഗ്രീൻ കളറും ഉണ്ട്. ഇത് പർപ്പിളിൻ്റെയാണ്. ഗ്രീൻ കളർ എൻ്റെ അടുത്ത് വേറെ ഉണ്ട്. ഇത് പർപ്പിൾ കളറിൻ്റെയാണ്. ഇത് ഞാൻ കപ്പ നട്ടതാണ്. ഇതിൻ്റെ മുളച്ച് വരുന്നതേ ഉള്ളൂ. ഇത് സിലോൺ കപ്പയാണ്, കയ്പില്ലാത്ത. ഇത് ഞാനൊരു അവിടെയൊക്കെ ആയിട്ട് അതിനിടയ്ക്ക് കൂടെ തന്നെ പിന്നെ ചീനിപ്പടൽ കാണാം നിങ്ങൾക്ക്. ഇതൊക്കെ ചീനിപ്പടലിൻ്റെ ഇലയാണിത്. പിന്നെ ചീരയുണ്ട് ഈ ഭാഗത്ത്. പിന്നെ ഇതെൻ്റെ മുരിങ്ങയാണ്. കഴിഞ്ഞ വർഷം പോയിട്ട് പിന്നെ കായ്ച്ചു വന്നതാണ്. ഇതെൻ്റെ പോമിഗ്രാനേറ്റ്, ഇതുവരെ കായ്ച്ചിട്ടില്ല, പക്ഷെ വളർന്ന് നല്ല പന്തലിച്ചിട്ടുണ്ട്. പിന്നെ ഇതെൻ്റെ ഫ്യൂജി ആപ്പിൾ. ഇത് നിങ്ങളെല്ലാവരും നേരത്തെ വീഡിയോയിൽ കണ്ടതാണ്. ഇപ്പോൾ ഇത് ഇത്രയും വളർന്ന് ഈ പരുവം എത്തിയിട്ടുണ്ട്. പിന്നെ ഇത് നോക്ക് ഗൈസ്, ഞാൻ നട്ട തക്കാളി. ഇത് നീണ്ട തക്കാളിക്കാണ് ഇതിലുണ്ടായിരിക്കുന്നത്. നിങ്ങൾക്ക് കാണുന്നത് ഇതിനകത്തൊക്കെ ഇഷ്ടംപോലെ കൊല കുത്തി തക്കാളിക്ക ഉണ്ടായിട്ടുണ്ട്. നീണ്ട തക്കാളിക്കയാണ്. പിന്നെ ഇത് ചെറിയ തക്കാളിക്കാണ്, നമ്മുടെ തിന്നാൻ കൊള്ളാവുന്ന. ഇത് ചെറിയ കൊല കുത്തിയിട്ട് വരുന്നുണ്ട് ഇഷ്ടംപോലെ. ഇത് ഇവിടെയെല്ലാം കായ്ക്കുന്നുണ്ട്. ഇതിൻ്റെ അടിയിലൊക്കെ നിങ്ങൾക്ക് കാണാം ഇത് കായ്ച്ചു കിടക്കുന്ന, കൊല കുത്തി കായ്ച്ചു കിടപ്പുണ്ട്. അടിയിലൊക്കെ ഇഷ്ടംപോലെ തക്കാളിക്ക് ആവശ്യത്തിന് കായ്ച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയുള്ള ഒരു തക്കാളിയിൽ ഉരുണ്ട തക്കാളിക്കാണ് കായ്ച്ചിരിക്കുന്നത് ഗൈസ്. ഇത് ഞങ്ങൾക്ക് നല്ല വലിപ്പമുള്ള ഒരെണ്ണം തന്നെ ഒരു 500 ഗ്രാമോളം വലിപ്പമുണ്ട് ഈ തക്കാളിക്ക്.
നല്ല വലിപ്പത്തിലുള്ള തക്കാളിയാണിത്. 2 എണ്ണം ഇതേ കായ്ച്ചിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു വലിപ്പം കൂടുതലായതുകൊണ്ടായിരിക്കണം ഇതിന് കായുടെ എണ്ണം കുറവാണ്. പിന്നെ ഇത് എൻ്റെ ചീനിയാണിത്. പത്തലിമുളക് കായ്ച്ചു കിടക്കുന്ന ഇതുകൊണ്ട് നല്ല നീണ്ട എരിവുള്ള മുളകാണത്. അതുപോലെ ഇതും വേറൊരു ടൈപ്പ് ചീനിയാണ്. ഇതിലൊക്കെ കായ്ച്ചു വരുന്നുണ്ട്. പിന്നെ ഇതെൻ്റെ വഴുതനയാണ്. വഴുതനയിൽ 2-3 വഴുതനങ്ങ കായ്ച്ചു. പിന്നെ ഗൈസ് ഒരു സന്തോഷ വർത്തമാനം പറയാനുണ്ട്. എൻ്റെ പേർട്രിയയിൽ ഒരു ഫ്രൂട്ട് കായ്ച്ചു. ഇതാണത്. എനിക്കിത് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. ഞാൻ 2 മാസം മുമ്പ് നട്ടു വെച്ചെങ്കിലും ഇതിനകത്തൊരു ഫ്രൂട്ട് കായ്ച്ചല്ലോ. ഒരെണ്ണേ ഉള്ളൂ. അങ്ങനെ പേർട്രിയയിൽ ഒരു ഫ്രൂട്ട് ആയിട്ടുണ്ട്. പിന്നെ ഇത് വേറൊരു ടൈപ്പ് തക്കാളിയാണ്. ഇതിന് തക്കാളിക്ക് ചെടി വലിപ്പം ഉണ്ടെങ്കിലും കാ തീരെ ചെറുതാണ്. അത്ര വലിപ്പം വെക്കുന്ന തക്കാളി അല്ല എന്ന് തോന്നുന്നു. പിന്നെ ഇത് എൻ്റെ പേരയിൽ നോക്കുക ഗൈസ്, ഇതിനകത്ത് പേരയ്ക്കൊക്കെ കായ്ച്ച് കിടക്കുന്ന കാണാം. ഇവിടെ ഈ തണ്ടയിൽ ഒരു പേരയ്ക്ക കായ്ച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ കൃഷികൾ. എൻ്റെ കൃഷികളൊക്കെ ഇങ്ങനെ കായ്ച്ച് ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമാണ്. അപ്പം എൻ്റെ കൃഷിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ, ടേക്ക് കെയർ.